തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ട അവധിയിൽ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. ജീവനക്കാർ ചട്ടപ്രകാരമാണ് അവധി അപേക്ഷ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അടിയന്തര അവധി എടുത്തതെന്ന് ജീവനക്കാർ പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത്. ജയശങ്കർ, ഈ കൂട്ട അവധി എടുത്തത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായ ഒരു സമ്മർദ്ദ തന്ത്രമായി നമുക്ക് കാണാൻ കഴിയുമോ? കൃത്യമായി പ്രതിഷേധങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ വില്ലേജ് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് അവധിയെടുത്തത്. ഇതുമൂലം ഇവിടെ എത്തിയ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. പല സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനും പല അത്യാവശ്യ റവന്യൂ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് രാവിലെ മുതൽ ആളുകൾ എത്തിയത്. നമ്മൾ ആ ഘട്ടം മുതൽ ഈ വാർത്ത കൈകാര്യം ചെയ്തിരുന്നു, ഈ വാർത്ത നൽകിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് ബന്ധപ്പെട്ട തഹസിൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ, ഈ ജീവനക്കാർ അവധിയെടുത്തത് ചട്ടപ്രകാരമായിരുന്നു. അവധി അപേക്ഷയിൽ ജീവനക്കാർ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി, തൊഴിൽ സമ്മർദ്ദം അനുഭവിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ജോലിഭാരവും ബാഹ്യമായ ഇടപെടലുകളുമാണ് ഇത്തരത്തിലൊരു അവധിയിലേക്ക്, ഇതുമൂലമാണ് ഒരു അവധി വേണമെന്നൊരു ആവശ്യമാണ് മുഴുവൻ ജീവനക്കാരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ ഈ ഓഫീസിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഈ തഹസിൽദാർക്ക് തന്നെയാണ് ഈ ജീവനക്കാർ പരാതി നൽകിയത്. ഈ പരാതിയിൽ ചില ആളുകൾ ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കി, വാക്കുതർക്കമുണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത്. മറ്റു തരത്തിൽ ഓഫീസിൽ ആളുകൾ മർദ്ദിച്ചെന്നോ മറ്റു തരത്തിലുള്ള ജോലി ഔദ്യോഗിക കൃത്യങ്ങൾ തടസ്സപ്പെടുത്തിയോ അത്തരം ഗുരുതര പരാമർശങ്ങളൊന്നും ഈ ജീവനക്കാർ നൽകിയ തഹസിൽദാർക്ക് നൽകിയ പരാതിയിലില്ല. ഒപ്പം തന്നെ സംഭവ സ്ഥലത്ത് പ്രശ്നമുണ്ടായ ഉടനെ നാട്ടുകാരും മറ്റും വിളിച്ച പേട്ട പോലീസ് എത്തിയിരുന്നു. പക്ഷേ ഈ ജീവനക്കാർ പേട്ട പോലീസിന് ഇതുവരെ ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ വൈകുന്നേരമാണ് ഈ സംബന്ധിച്ച് പോലീസുമായി നമ്മൾ ആശയവിനിമയം നടത്തി. ആ ഘട്ടത്തിൽ പോലും ജീവനക്കാർ ജോലി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പോലും ആർക്കെതിരെയും ഒരു പരാതിയും നൽകിയിട്ടില്ല. അങ്ങനെ അനാവശ്യമായി സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ജീവനക്കാർ തങ്ങളുടെ പ്രതിഷേധം ഇന്ന് കാണിച്ചപ്പോൾ വലഞ്ഞത് ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഇതിനെതിരെ കൃത്യമായ നടപടി ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ട് ഏറെക്കുറെ ജീവനക്കാരുടെ ഭാഗം മാത്രം പറയുന്നതാണ്. ജീവനക്കാർ നൽകിയ അവധി അപേക്ഷ ഉൾപ്പെടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തഹസിൽദാർ നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതിന്മേൽ തുടർ നടപടികൾ എടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ജീവനക്കാരുടെ ഉൾപ്പെടെ ഇതിൽ മറ്റ് നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഓഫീസ് ഒരു ദിവസം മുഴുവൻ ജീവനക്കാരില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുക. അവിടെ മറ്റൊരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ഈ ഉദ്യോഗസ്ഥന് അവിടെ വരുന്ന പേപ്പറുകൾ വാങ്ങിവെക്കാനും ഇവിടെ ആളില്ലെന്ന് ആളുകളെടുത്ത് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഓഫീസിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നു, അവിടെ ഒരാളുണ്ടായിരുന്നു. പക്ഷേ ബാക്കി പ്രധാനപ്പെട്ട എല്ലാ ചെയറുകളും ഓഫീസിൽ ഒപ്പിടേണ്ട ചുമതലയുള്ള ആളുകളുടെ വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ എല്ലാ ചെയറുകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി നൽകുന്ന പൊതുജനങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട ഒരു സേവനങ്ങളും കടകംപള്ളി വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചില്ല. ഈ ഉദ്യോഗസ്ഥർ എന്ത് ന്യായീകരണം പറഞ്ഞാലും, എന്ത് പ്രതിഷേധമാണെങ്കിലും, ജനാധിപത്യത്തിൽ പ്രതിഷേധം നല്ലത് തന്നെയാണ്, ആവശ്യമുള്ളതാണ്. പക്ഷേ അവരെന്ത് പ്രതിഷേധം ആണെന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഇന്ന് പൂർണ്ണമായി മുടങ്ങി എന്ന് തന്നെ പറയാം. SKN. താങ്ക് യു. AV ജയശങ്കറാണ് നമുക്കൊപ്പം ചേർന്നത്. വിശ്വനാഥൻ പറയുന്നത് ഈ സാമൂഹിക സുരക്ഷാ തട്ടിപ്പിനകത്ത് നമ്മുടെ 24 തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ വാർത്താ ദുരന്തന്മാർ ഇതിനകത്തൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.